ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് ഒണിയൻ ഊത്തപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും അറിയാത്തവരും നമുക്കിടയിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ്, അവർക്കും പിന്നെ ഇത് അറിയാവുന്നവർക്കാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഞാൻ ഈ ഒരു ഡിഷ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്നേക്കുകയാണ്. ഞാനിവിടെ ദോശയ്ക്ക് വേണ്ടുന്ന മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് പുഴുക്കലരി, നമ്മൾ ചോറ് വെക്കുന്ന അരി. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് പുഴുക്കലരിയും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉലുവ, പിന്നെ 1 ഗ്ലാസ് അതേ സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉഴുന്നും കൂടി ചേർത്ത് ദോശയുടെ പരുവത്തിന് അരച്ചെടുത്ത മാവാണ്. 8 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബബിൾസൊക്കെ ഉണ്ട്. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം എടുത്ത മാവാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഊത്തപ്പത്തിന്. നമ്മൾ നോർമലി ദോശ തന്നെയാണ്. പിന്നീട് തമിഴിൽ അവർ ആ ഒരു സൈഡിലേക്ക് ഈ ദോശയിൽ പല ഐറ്റംസ് ഇട്ടുകൊണ്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഊത്തപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഡിഷ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ഒണിയൻ ഊത്തപ്പമാണ് ഞാൻ ഇന്നിപ്പം തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ എടുത്തിട്ട് ഉള്ളത് കറിവേപ്പിലയും പച്ചമുളകും ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോളയുമാണ്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പിട്ട് ഇളക്കി പാകത്തിന് ഉപ്പിട്ടെടുത്ത് വെച്ചതാണ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും ദോശമാവ്, ഊത്തപ്പത്തിന് നമ്മൾ തീരെ നൈസായിട്ടല്ല ദോശ ഒഴിക്കുക. നമുക്ക് അതിനൊരു കട്ടി വേണം. അതനുസരിച്ച് നമുക്ക് തട്ടുദോശയൊക്കെ ആ ഒരു കനത്തിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ നമുക്ക് കിട്ടണം. അപ്പം ഏകദേശം നമുക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഹാഫ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ദോശ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കാര്യം ടേസ്റ്റാണ്. ഇവിടെയാണെങ്കിലും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഊത്തപ്പം, പ്രത്യേകിച്ച് ഒണിയൻ ഊത്തപ്പം. കാര്യം ഉള്ളിയുടെ ടേസ്റ്റ് അവർക്ക് കൂടുതൽ ടേസ്റ്റ് ആയതുകൊണ്ട്. നമുക്കിനി പച്ചമുളക്, എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കി അവർക്ക് ഉള്ളി മാത്രം ഇട്ട് കൊടുത്താലും മതിയാവും. കറിവേപ്പില കൂടെ നമുക്ക് ഓപ്ഷണലായിട്ട് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടി ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്ത് സെപ്പറേറ്റ് വേറെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്നിപ്പൊടി. ഞാൻ എൻ്റെ ചട്നിപ്പൊടിയുടെ ഒരു റെസിപ്പി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചട്നിപ്പൊടി, ഉഴുന്ന് വെച്ചിട്ട് തയ്യാറാക്കുന്ന ചട്നിപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് മുളക് പൊടിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമ്മളുടെ ദോശ അല്ലെങ്കിൽ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിടാം. അപ്പോൾ ആ ഒരു സൈഡും കൂടെ വെന്ത് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് 2 സൈഡ് നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഊത്തപ്പം ഒരെണ്ണം ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. നമുക്ക് ചില്ലി അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് എങ്ങനെ അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഹാഫ് കുക്ക്ഡ് ആവുന്ന സമയത്ത് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞതിടേണ്ട കാര്യമില്ല. നമുക്കൊന്ന് കുറച്ച് മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്പൈസി അനുസരിച്ച് നമുക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ച് ഇടുക. നമുക്കൊന്ന് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് ഒരു സൈഡ് അടുത്ത സൈഡ് കൂടി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനപ്പോൾ ഊത്തപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ചില്ലി പൗഡർ, മുളക് പൊടി ഇട്ട് റെഡിയാക്കിയ ഊത്തപ്പവും, ഇത് ഞാൻ ചട്നിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ചട്നിപ്പൊടിക്ക് നിങ്ങൾക്കറിയാം, ഞാൻ ചട്നിപ്പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ്
ഇതിന് ഈ ഒരു ഊത്തപ്പത്തിന് കിട്ടും. ഇതിനകത്ത് ഞാൻ ചട്നിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ ചില്ലിയും യൂസ് ചെയ്യാതെ ഇതിനകത്ത് ഞാൻ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്പൈസി ആയിട്ടൊന്നും തോന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഓണിയൻ ഊത്തപ്പം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.